ഭാരത സംസ്കാരത്തിൻ്റെ ശക്തിവാഹിനികളായ ചൈതന്യവാഹിനികളായ ഗംഗയും യമുനയും അദൃശ്യയായ സരസ്വതിയും ഒന്നുചേരുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം. അത് പ്രയാഗ എന്ന സ്ഥലത്താണ്. ഞാൻ ഈ പ്രയാഗയിൽ ഏറ്റവും കൂടുതൽ പോയതൊരു 8 വർഷം മുമ്പാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ പല അടയാളങ്ങളുമുണ്ട്. നമുക്ക് ഗംഗയിൽ തർപ്പണം ചെയ്യാം, നമ്മുടെ പൂർവികരായ അന്തരിച്ച പിതൃക്കൾക്ക് വേണ്ടി പുഷ്പങ്ങൾ അർപ്പിക്കാം. അതിനുവേണ്ടി ഒരു വലിയ മാടം പോലെ ഈ നദീതീരത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ പുരോഹിതന്മാരിരിക്കും. അപ്പോൾ നമ്മൾ അത് ഒരു താലത്തിൽ നാളികേരം, പഴം തുടങ്ങിയ വസ്തുക്കൾ തരും. അത് നമ്മൾ ഗംഗയിലേക്ക്, ത്രിവേണിയിലേക്ക് വലിച്ചെറിയണം. എന്നിട്ട് അവിടെ ഇറങ്ങി കുളിക്കണം. അപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ എല്ലാവരും ഒരുപോലെയാണ്. ശബരിമല ക്ഷേത്രം പോലെയാണ്, എല്ലാവരും ഒരുപോലെയാണ്. എൻ്റെ തൊട്ടടുത്ത് ഒരു മധ്യവയസ്കനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും കുളിച്ചുകൊണ്ടിരുന്നു എൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഹിന്ദിയിൽ ചോദിച്ചു, ആപ് കേരൾ സെ ഹേ? കേരൾ സെ ഹേ? അപ്പം ഞാൻ പറഞ്ഞു, നഹി, मैं കേരളം से है. അത് അദ്ദേഹം പെട്ടെന്ന് അത്ഭുതത്തോടെ കേരളം. ഞാൻ പറഞ്ഞു, അതാണ് ഞങ്ങളുടെ നാടിൻ്റെ പേര്. കേരൾ എന്നോ കേരള എന്നോ അല്ല. അപ്പോൾ ഈ കേരളം എന്ന പേര് മാറ്റി നമ്മളെ സഹായിച്ച ആദരണീയായ പ്രധാനമന്ത്രി കാണാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ ദൃശ്യമാണ്. കേരളം എന്ന പേര് കേരള ആയത് എന്തുകൊണ്ടാണ്? കേരൾ ആയത് എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കുന്ന കാലത്ത് നമ്മൾ അവരുടെ അടിമകളായിരുന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മൾ അവരുടെ അടിമകളായിരുന്നു. നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ ഒരവകാശവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മലയാള പ്രദേശങ്ങളുടെ പേരുകൾ അവർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തൃശ്ശിവ പേരൂർ, തിരു ശിവൻ്റെ പേരുള്ള ഊരെന്നാണ് തൃശ്ശിവ പേരൂർ. ഈ തൃശ്ശിവ പേരൂർ എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ തൃശ്ശൂർ എന്ന് പറഞ്ഞു. നമ്മൾ അനുസരിച്ചു. കൊടുങ്ങല്ലൂർ ചരിത്രപ്രസിദ്ധമായൊരു സ്ഥലമാണ്, ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ചേരമാൻ പെരുമാൾ ഭരിച്ച കാലത്ത് തലസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിനെ അവർ ക്രാങ്കന്നൂറാക്കി, തിരുവനന്തപുരത്തെ ട്രിവേൻഡ്രമാക്കി, കേരളത്തെ കേരള ആക്കി. നമ്മൾ നിശബ്ദരായി, അടിമകളല്ലേ, വേറെ നിവൃത്തിയില്ല, നിശബ്ദരായി സമ്മതിച്ചു. നമ്മൾ ആ പേരുകളൊക്കെ ഏറ്റു പറഞ്ഞു. ആലപ്പുഴ ആലപ്പിയായി. അപ്പം അവരാണ് നമ്മുടെ ഈ സംസ്കാരത്തെ മുറിവേൽപ്പിച്ച ആൾക്കാർ, ബ്രിട്ടീഷുകാരാണ്. എന്നാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. നമ്മൾ സ്വതന്ത്രരായി. 56 ഇന്നത്തെ കേരളം ഉണ്ടായി. ഇന്നത്തെ കേരളം എന്ന് ഞാൻ പറയുന്നത് ഇത് യഥാർത്ഥ കേരളമല്ല. കന്യാകുമാരി ഇല്ലാതെ എന്ത് കേരളം? നാജിനാടില്ലാതെ എന്ത് കേരളം? ഇതെങ്ങനെ കേരളം? ഇന്നത്തെ കേരളം ഒരു കബന്ധമാണ്. കബന്ധം എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാം, തലയും കാലുമില്ലാത്ത ശരീരഭാഗമാണ് കബന്ധം. ഇതിന് നമ്മൾ ഐക്യ കേരളം, ഞാൻ കേരളം കേരളം കേളികുട്ടിരുന്ന കേരളം എന്നൊക്കെ പാടി കൊടുത്തുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ കേരളം അല്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കേരളം കേരള എന്നും കേരൾ എന്നും ഇന്ത്യ മുഴുവൻ അറിയപ്പെടുമ്പോൾ 47 സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ് എന്തുകൊണ്ട് ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പേരുകൾ മാറ്റാൻ നമ്മുടെ നേതാക്കൾ
തയ്യാറായില്ല. എന്തുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല? തമിഴ്നാട് എൻ്റെ ഒരു പ്രത്യേകത, ഞാൻ 25 വയസ്സ് തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ട്. ഞാൻ ചെന്നൈയിലാണ് പ്രധാന എൻ്റെ കേന്ദ്രം. ഈ തമിഴ്നാട്ടിൽ അവർ തമിഴിനെ ദൈവമായിട്ടാണ് കരുതുന്നത്. അവർ പൂജിക്കുന്ന ദേവിയാണ് തമിഴ് ഭാഷ. തമിഴ് തൊട്ട് കളിച്ചാൽ അവരെന്ത് ചെയ്യും? പക്ഷേ മലയാളി അങ്ങനെയല്ല. തമിഴർക്ക് തമിഴിനോടുള്ള സ്നേഹമോ കർണാടകക്കാർക്ക് കന്നഡയുള്ള സ്നേഹമോ നമുക്ക് മലയാളത്തോട് ഇല്ല. ഈ സത്യം നമ്മളെല്ലാവരും തിരിച്ചറിയണം. ഇത് സത്യമാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിനെ ആശ്രയിക്കാതെ തമിഴ്നാട് വളരെ മുമ്പ് തന്നെ ചെന്നൈ എന്ന് പേര് മാറ്റി. മദ്രാസിലുള്ള പേര് ചെന്നൈ എന്ന് മാറ്റി. മൈസൂർ കർണാടകയായി. അതിനുമുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൈസൂറായിരുന്നു, മൈസൂർ സ്റ്റേറ്റായിരുന്നു. അത് കർണാടകയാക്കി മാറ്റി. പക്ഷേ കേരളം എന്ന നമ്മുടെ സംസ്ഥാനം പേര് മാറ്റാൻ ആരും തന്നെ മുൻകൈ എടുത്തില്ല. അത് കേരള ആയി തുടർന്നു, കേരൾ ആയി തുടർന്നു. എന്തുകൊണ്ടാണ് കേരളം എന്ന് നമ്മൾ പറയുന്നത്? എന്തുകൊണ്ട് കേരള എന്ന് പറഞ്ഞുകൂടാ? മലയാള ഭാഷയുടെ ഒരു പ്രത്യേകത, നമ്മൾ പ്രണവത്തിൻ്റെ ആരാധകരാണ്. ഓംകാരത്തെ ആരാധിക്കുന്നവരാണ്. ഓം. അതുകൊണ്ട് നമ്മുടെ പല വാക്കുകളും എന്നാണ് അവസാനിക്കുന്നത്. കേരളം, സൗന്ദര്യം, ഇങ്ങനെ അനവധി പദങ്ങൾ, എത്ര പദങ്ങൾ അമ്മിൽ അവസാനിക്കുന്ന പദങ്ങൾ കന്നഡത്തിലോ തെലുങ്കിലോ തമിഴിലോ ഇല്ല. കന്നഡത്തിൽ എനിക്ക് മലയാളമല്ലാതെ ഹിന്ദി, തമിഴ്, അല്പം കന്നഡ, സ്വല്പ കന്നഡ മാതാട്ടുന്നു, സ്വല്പ കന്നഡ സംസാരിക്കും. കാരണം കന്നഡ ഭാഷയിൽ ഞാനൊരു സിനിമ നിർമ്മിച്ച് സംവിധാനം ചെയ്തു. അതിൻ്റെ പേര് ഒന്നേ രക്ത എന്നാണ്. ഒന്നേ രക്ത. അത് മലയാളിയിൽ പറഞ്ഞാൽ ഒരേ രക്തം. ഒന്നേ എന്ന് പറഞ്ഞാൽ ഒരേ. രക്തം അവിടെ രക്തയാണ്, അകാരമാണ് അവർക്ക് അവസാനിക്കുന്നത്. ഓരോ വാക്കിനും അകാരമാണ്. മനെ, നമ്മളിവിടെ ആ നമ്പൂരിയുടെ മന എന്ന് പറയും. ആ മന തന്നെയാണ് മനെ. മനയെന്ന് വെച്ചാൽ വീടെന്നർത്ഥമാണ്. അതുപോലെ നമ്മൾ മലയാളത്തിൽ പ ഉപയോഗിക്കുന്നതെല്ലാം കന്നഡ ഭാഷയിൽ ഹായാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പാല് എന്ന് പറയുന്നു, കന്നഡത്തിൽ ഹാല്. നമ്മൾ കരുനാഗപ്പള്ളി എന്ന് പറയുന്നു, അത് കർണാടകത്തിലാണ് അവർ കരുനാഗ ഹള്ളി എന്ന് പറയും. ഹള്ളിയാണ്, ഗ്രാമം എന്നർത്ഥമാണ് ഉള്ളത്. നമ്മുടെ പള്ളി അവിടെ ഹള്ളിയാണ്. പടവാർ ഹള്ളി പാണ്ഡവരു എന്നൊരു പ്രശസ്ത കൃതിയുണ്ട്. അത് ഞാൻ മലയാളത്തിൽ സിനിമയാക്കി, ഇടിമുഴക്കമെന്നില്ല. അത് പടവാർ ഹള്ളിയിലെ പാണ്ഡവന്മാർ എന്നാണ് അർത്ഥം. പടവാർ ഹള്ളി നമ്മുടെ ഈ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ പോലെ പായ്ക്ക് അവർ ഹാ വരും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് ഒരു ഉദാഹരണം പറയാം. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, പ്രസംഗം പറയാം. ഇംഗ്ലീഷ് ലോകോത്തര ഭാഷയായ ഇംഗ്ലീഷാണ്. നമ്മൾ പോലും പഠിക്കുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പഠിച്ചാലേ പുറത്തു പോയി ജീവിക്കാൻ പറ്റും. നമ്മുടെ ഗതികേടാണ് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റും. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ മലയാള ഭാഷയുടെ ശക്തിയില്ല ഇംഗ്ലീഷ് ഭാഷയ്ക്ക്. അത് ഞാൻ സ്ഥാപിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ വി എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥം? ഞങ്ങൾ. നമ്മൾ എന്ന് പറയാൻ വിയേ ഉള്ളൂ. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നർത്ഥമുണ്ട്, നമ്മൾ എന്നും അർത്ഥമുണ്ട്. ഒരു വാക്കാണ്. അപ്പോൾ നമുക്കത് ഞങ്ങളും നമ്മളുമാണ്. മലയാള ഭാഷയുടെ വ്യത്യസ്തത മനസ്സിലാക്കി, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി വേണ്ടി പറയുകയാണ്. നമുക്ക് നമ്മൾ എന്ന് പറയുന്നതല്ല ഞങ്ങൾ വേറെ, ഞങ്ങൾ ഇവിടെയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ രണ്ടിനും ഒരു വാക്കാണ്, ഒരു പദമാണ്. ഇങ്ങനെ അനവധി പദങ്ങളുണ്ട്. അതിൽ മറ്റൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ ഇത് ഈ മലയാള ഭാഷയുടെ മാത്രമായിട്ടുള്ള ചില കാര്യം. ഇപ്പോൾ തെലുങ്കിലാണ് ഗാരു, ഉകാരമാണ് എപ്പോഴും. അപ്പോൾ എന്നെ ഒരു തെലുങ്കൻ സിനിമാ നിർമ്മാതാവ് കണ്ട തമ്പി ഗാരു എന്ന് വിളിക്കും. ഉകാരമാണ്. കന്നഡത്തിൽ അകാരവും യകാരവുമാണ്. നമുക്ക് ഓം എന്ന പ്രണവത്തെ നമ്മൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു.
നമ്മുടെ ഭാഷയിൽ അത് ലയിച്ചു ചേർന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേരളം എന്നു പറയണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നത്. കേരള അല്ല, കേരളം അല്ല, കേരളം ആണ്. മലയാളം ആണ്, സൗന്ദര്യമാണ്, സന്യാസമാണ്. അതാണ് നമ്മുടെ ഭാഷ. അപ്പോൾ ഈ വൈകിയ വേളയിൽ ഞാൻ ആലോചിക്കുന്നത്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ഇന്ത്യ സൃഷ്ടിച്ച അദ്ദേഹമാണെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്തുകൊണ്ട് ഈ പേരുകൾ മാറ്റിയില്ല? അതിനുശേഷം എത്രയോ ഭരണാധികാരികൾ വന്നു, എത്രയോ രാഷ്ട്രീയ നേതാക്കൾ, എത്രയോ ഭാഷാസ്നേഹികൾ. എന്തുകൊണ്ട് അവരാരും നമ്മുടെ പേര് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വിവിധ സ്ഥലങ്ങളുടെ പേരുകൾ, ഭാരതീയമായ പേരുകൾ എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല? അവർക്കൊന്നും തന്നെ അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ കേരൾ യഥാർത്ഥ കേരളമായി. അപ്പോൾ കേരളം എന്ന പേര് തിരിച്ചു കിട്ടിയാൽ നമ്മുടെ മനസ്സിൽ കേരളം ഉള്ളത്, പക്ഷേ അതിന് അംഗീകാരം ലഭിക്കണം. ഇപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങൾ നന്ദി പറയാനാണ് പോയത്. ആദരണീയനായ പ്രധാനമന്ത്രിയോട് നന്ദി പറയാനാണ് ഞങ്ങൾ പോയത്, കേരളം എന്ന പേര് മാറ്റാൻ. അതോടൊപ്പം തന്നെ മലയാള ഭാഷ ബില്ല് പാസ്സാകാതിരിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. അതിൻ്റെ കാര്യത്തിൽ വേണ്ടത് ചെയ്യണമെന്നും അദ്ദേഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കേരള ഗവർണർ മലയാള ഭാഷ ബില്ലിൽ ഒപ്പിട്ടു. അപ്പോൾ ഈ മാറ്റം നമ്മൾ അംഗീകരിക്കുന്നു. ഇത് ഞങ്ങൾ 5 പേര് വലിയ കാര്യം ചെയ്തു എന്നും വിചാരിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങളുടെ അഭിമാനം, ഞങ്ങളുടെ സന്തോഷം അറിയിക്കാനായാണ് അദ്ദേഹത്തെ പോയി കണ്ടത്. ഒരു കാര്യം പറയാതിരിക്കാൻ സാധ്യമല്ല, അദ്ദേഹത്തിന് ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണം അത്ഭുതകരമാണ്. കാരണം അവിശ്വസനീയമാണ്. ഞങ്ങളെ 5 പേര് മലയാളത്തിൽ കവിതയും നോവലൊക്കെ എഴുതുന്ന 5 പേര്, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ സംഭവം, അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയുടെ വീട്ടിലാണ് ഞങ്ങൾ പോയത്, ഓഫീസല്ല. അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിൽ നിന്ന് വാല് തുറന്നു പിടിച്ച് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നിന്നു. ഒരു ഭരണാധികാരിയെയും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങൾ 5 പേരും അകത്ത് പോയി. അദ്ദേഹം 15 മിനിറ്റാണ് വന്നിരിക്കുന്നത്, അദ്ദേഹം 30 മിനിറ്റ് ദീർഘിപ്പിച്ചു ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 15 മിനിറ്റ് അരമണിക്കൂറായി വർദ്ധിപ്പിച്ചു. അദ്ദേഹം അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഞങ്ങളെ 5 പേരെയും വാതിലിൽ കൊണ്ടുവന്ന് യാത്രയാക്കിയിട്ട് അദ്ദേഹം പടങ്ങിപ്പോയി. ഇത് നമ്മൾ ഒരു ഭരണാധികാരികളിൽ നിന്ന്, ഒരു പ്രധാന ഭരണാധികാരി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഭരണാധികാരികൾ എന്ന് പറഞ്ഞ് ഇവരുടെ സ്വഭാവം, കേരളത്തിൽ പ്രത്യേകിച്ചും, നമ്മളൊക്കെ അവിടെ ജോലിക്കാരാണ്. നമ്മൾ അവരുടെ ജോലിക്കാരാണ്, അവർ നമ്മുടെ ജോലിക്കാരാണ്, മറക്കരുത്. നമ്മളവർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നു, നമ്മളുടെ പണം അവർ ശമ്പളമായി പറ്റുന്നു. എങ്ങനെ നമ്മൾ അവരുടെ ജോലിക്കാരാവുന്നത്? ആരാരുടെ ജോലിക്കാരാണ്? പക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷേ സത്യമല്ലേ, സത്യമില്ലാതാകുമോ? അതാണ് ഞാൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ട ഏറ്റവും അതൊരു എളിമയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറ്റബോധം തോന്നി അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ. എൻ്റെ വളരെ വയസ്സായി കഴിഞ്ഞാണല്ലോ ഈ പാഠം പഠിച്ചതെന്ന്. കാരണം എങ്ങനെയാണ് അതിഥിയോട് പെരുമാറേണ്ടതെന്ന് ഞാൻ പഠിച്ചപ്പോൾ ഞാനിങ്ങനെ അല്ലല്ലോ എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ആയില്ലല്ലോ, ഈ മഹത്വം ആർജിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഞാൻ സമഭാവനയോടെ പെരുമാറും, പക്ഷേ ഞാൻ എളിയവനാണെന്ന രീതിയിൽ ഒരിക്കലും പെരുമാറിയിട്ടില്ല. അത് തീർച്ചയായിട്ടും എനിക്ക് ഈ വാർദ്ധക്യത്തിൽ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ പാഠമാണ്. അതാണ് ഞങ്ങളുടെ ഈ സന്ദർശനം കൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടം.